Start going. Oh, dang. Hello, I'm Saint Alfonso, who was born in Kerala and suffered greatly for the sake of our Lord's passion. By the grace of our Lord, I have entered into the communion of saints, where I am constantly praying for you as your children. I know that all of you are building a new church, and maybe some of you are just tired of hearing about it. My brethren in Christ, I just would like to tell you a story. A long time ago, there was another Sierra Malabar church in New Jersey, by the Jersey Shore. And well, let me just show you what happened. Ew. Ah, Joy, എത്തിയല്ലേ വരൂ വരൂ കയറി വരൂ ആ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്തിയല്ലോ അഡ്മിഷൻ ലേറ്റ് ആണേ കുഴപ്പമില്ല എന്നാലും വരൂ വരൂ സോറി ഞാനൊരു ഷോർട്ട് കട്ട് എടുത്തു ആ നമ്പറൊക്കെ നമ്മുടെയാണോ അറിയില്ലേ അത് മലയാളികളുടെ അടുത്ത് തന്നെ ഷോർട്ട് കട്ടിന് കാര്യങ്ങൾ പറഞ്ഞല്ലേ ആൾക്കാരാകുമ്പോൾ പിന്നെ വിശ്വസിക്കും എന്തായാലും പോട്ടെ അവസാനം ഇവിടെ എത്തിയല്ലോ അത് മതി നമുക്ക് ക്യാരംസ് കളിക്കാം ശരി അതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ ബാബു നമ്മുടെ ജേസി സ്റ്റോറിലെ ഹീറോ മലബാർ പള്ളി തുടങ്ങിയിട്ട് 10 വർഷമായി. ഓ അതെന്തായാലും നന്നായി ദൈവത്തെ എന്തായാലും രക്ഷപ്പെട്ടു ഈ കൊണ്ടുവരെ കണ്ടുകൊണ്ട് ഇവിടെ മതിയായിരിക്കും എടാവേ അത് ഗുണ്ടാസല്ല. പിന്നെ നമ്മുടെ പള്ളി ഇങ്ങനെ ദിവസം തോറും വളർന്നു വരിക. ഇവിടെ ആണെങ്കിൽ സ്ഥലവും കാര്യമായിട്ടില്ല. ഭാഗ്യം കൊണ്ട് നമുക്കൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു പള്ളി അവിടെ പണിതെടുക്കണമെങ്കിൽ ഒരു $3.8 million എങ്കിലും വേണം. എന്റെ ദൈവമേ 17 കോടിയാ ഇത്രമാത്രം കാശ് എവിടുന്ന എടാവേ അതുകൊണ്ടാണ് നമുക്കൊരു വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫണ്ട് റൈസിംഗ് ഉണ്ടാവണം. We really need to think big about it. ഒന്ന് അടിക്കല്ലേ ജോയ് കുറെ നേരം ഈ ക്യാരം പിടിച്ചിരിക്കുന്നത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ ഫണ്ട് റൈസിങ് അവിടെ കമ്മിറ്റി പോയി സംസാരിക്കാം കളി എഴുതും The next Sunday, Joy and Babu went to the St. Thomas Sierra Malabar Church for Mass. After the social hour, members of the church community met to discuss the important issues of that day, mainly concerning the formation of the new church. The meeting began with a heated debate about whether the new church should have a cry room. Cry room? യാതിവിടെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര കുട്ടികളായി പള്ളിയിൽ കൂടെ ഓടി നടക്കുന്നത്? വേണ്ട എന്റെ പിള്ളേരെല്ലാം will be youth by then. So I don't think we need a cry room. അത് പറ്റിയല്ല, നമുക്ക് തീർച്ചയായിട്ടും ഒരു ക്രൈ റൂം ഇവിടെ ആവശ്യമാണ്. കാരണം എന്റെ പിള്ളേർക്ക് ഇപ്പൊ യൂത്താണ്, ഉടനെ തന്നെ അവരുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് കുട്ടികളുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ക്രൈ റൂം പറ്റിയേ പറ്റൂ. ശരി ഇനി നമുക്ക് ഫണ്ട് റൈസിംഗിലേക്ക് കിടക്കാം. നമ്മൾ പുറത്തുനിന്ന് പൈസ മേടിക്കാനാണ് കേട്ടോ നോക്കേണ്ടത്. എന്റെ ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഒരു പണിയാണ് നമുക്ക് ഒരു 68 മില്യൺ മെഗാബോളിന്റെ ടിക്കറ്റ് മേടിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 50% ചാൻസ് ഉണ്ടല്ലോ. പിന്നെ അത്രയും കാശ് വെച്ച് നമുക്ക് പള്ളിയല്ല വേറെ വേണം പണിയാം. ഓ എന്താ ഈ പറയുന്നേ? ഇത് പള്ളിയല്ലേ? ഇവിടെ ഫണ്ട് റൈസിംഗിന് വേണ്ടി നമുക്ക് ഗാംബ്ലിംഗ് പ്രൊമോട്ട് ചെയ്യാനോ? അത് നടക്കിയല്ല. ഒരു അടിപൊളി വഴിയുണ്ട്. Let us do a luxury car raffle എന്നിട്ട് എല്ലാരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കാം. Great idea. Who would want to have a luxury car? Yeah, absolutely. 2-3 പള്ളികളിൽ പോയാൽ മതി, അതൊക്കെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. Oh, wait. I have an awesome idea. How about we do a benefit concert for the church and invite some really famous actor to host it? I think that would really raise a lot of money. Oh, no. You are thinking too small. We need to think beyond our means. I like to call this thinking outside the box. We need to make something big that will get everybody wanting to come. We need somebody famous, like an actor,
But just not just an actor. We need a super mega star. Okay. ഓ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സബ് കമ്മിറ്റി ഫോം ചെയ്യണം. ആ സബ് കമ്മിറ്റി ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യണം. എന്തിനാണെന്നറിയോ? ആ കമ്മിറ്റി വേറെ കമ്മിറ്റിയെ ഫോം ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ മെഗാസ്റ്റാറിനെ കൊണ്ടുവരാൻ. ഇത്ര വലിയ പ്രോജക്റ്റ് ചെയ്യാൻ നമ്മൾ എത്ര കമ്മിറ്റികളും കൂടെ പ്ലാൻ ചെയ്യാനുണ്ട്. അതൊന്നും പറയാം. നമുക്ക് ഇനിയും വേറെ കുറെ കമ്മിറ്റികൾ കൂടെ വേണം. അതായത് നമ്മുടെ ഫുഡ് കമ്മിറ്റി, ലൈറ്റിംഗ് കമ്മിറ്റി, സൗണ്ട് കമ്മിറ്റി, ബിൽഡിംഗ് കമ്മിറ്റി, ക്ലീനപ്പ് കമ്മിറ്റി, ഫണ്ട് റൈസിംഗ് കമ്മിറ്റി, ടിക്കറ്റ് സെല്ലിംഗ് കമ്മിറ്റി, അങ്ങനെ. Thus, the St. Thomas Theramava Church of the Jersey Shore decided to host a fundraising concert involving super megastar, and after a couple of weeks, the first meeting of the concert planning committee began. Location selection committee, concert committee, Street Super Megastar committee. Let's stop talking about all the committees we need. Actually, I think we need to get down to the real business. നമുക്കൊരു മെഗാസ്റ്റാർ വേണം. So who will be that megastar? ജോയി, ഇപ്പൊ ഈ ഡിസ്കഷന്റെ ആവശ്യമേ ഇല്ല. മലയാള സിനിമയിൽ ഒരേ ഒരു മെഗാസ്റ്റാറേ ഉള്ളൂ. അത് നമ്മുടെ ലാലേട്ടനാണ്. അദ്ദേഹത്തിന്റെ നടത്തവും ആ ചിരിയൊക്കെ ഒന്ന് കണ്ടാൽ മതിയല്ലോ. ബാക്കിയുള്ള ഇന്ത്യയിലുള്ള നടന്മാരൊന്നും അദ്ദേഹത്തിന് 5 അയലോക്കത്ത് പോലും വരികയല്ല. ഇയാൾക്ക് ആക്ടിങ്ങിനെ പറ്റി ഒരു അറിയാൻ നമുക്ക് മനസ്സിലായില്ലേ? മോഹൻലാല ചക്കോ വന്നിരിക്കുന്ന ആളെ കുറിച്ച് ആക്ടിങ് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ പറയണം. അയാൾ തന്നെ അയാളുടെ കാലുകൊണ്ട് എത്ര നാളായി കൊടകര വെച്ച് 60 വയസ്സായി. അതേസമയം മമ്മൂട്ടിക്ക് 60 വയസ്സായി എന്താ ലുക്ക്, ആ അഭിനയം കാണാറില്ല. ആൾക്കാർ വഴി തലവെച്ച് താഴെ കൊടുക്കും. ഇയാളെ കൊണ്ട് നമ്മൾ മമ്മൂട്ടിനെ കൊണ്ടുവരണ്ടേ? അപ്പൊ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, മമ്മൂട്ടി തന്നെ ഫിക്സ് ചെയ്യാതെ ഇത് നടത്തിയാൽ മതി. ഫണ്ട് നമ്മളെ ഉഗ്രനായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. എടാ മാക്രി, നീ എന്ത് കണ്ടിട്ടായി പറയുന്നത്? നിനക്ക് നല്ല സിനിമയെ കുറിച്ച് വല്ല അറിയോ? നല്ല സിനിമ നീ കാണുമായിരുന്നെങ്കിൽ നീ തന്നെ പറയുമായിരുന്നു മോഹൻലാലാണ് ബെസ്റ്റ് ആക്ടർ. I shall not let Mammootty's name be thrown in the mud. How can you say that? Mohanlal is the best. എന്തായിരുന്നു? എന്തിനാ എത്ര ബഹളം വയ്ക്കുന്നത്? അച്ഛാ, ഈ നിൽക്കുന്ന മനുഷ്യനെ മക്കച്ചിന്ന് വിളിച്ച് ഈ ചോദ്യങ്ങള് അങ്ങള് പറയാണ് ഞാൻ മമ്മൂട്ടിക്ക് എഗൻസ്റ്റ് ആയിട്ട്. ഞാൻ എന്ത് ചെയ്യണ്ടേ? അച്ഛൻ പറയാം. മമ്മൂട്ടി വേണോ മോഹൻലാലിനെ വേണോ? അച്ഛാ, ഞാൻ അവളെ മാക്കച്ചിന്നൊന്നും വിളിച്ചിട്ടില്ല. പക്ഷേ മമ്മൂട്ടിയാണ് മോഹൻലാലിനെക്കാട്ടും വലിയ ആക്ടർ എന്ന് പറയുന്നവരെ മാക്കച്ചിന്ന് അല്ലാണ്ട് പിന്നെ എന്നാ വിളിക്കുക? അച്ഛൻ പറ, നമുക്ക് ഏത് മെഗാസ്റ്റാറിനെ വിളിക്കും? നിങ്ങൾ വഴക്കുണ്ടാക്കാതെ. മമ്മൂട്ടി മോഹൻലാലൊന്നും വേണ്ട. ഏറ്റവും ബെസ്റ്റ് സുരേഷ് ഗോപിയാണ്. നമുക്ക് സുരേഷ് ഗോപി തന്നെ വേണം.